കേരളത്തിലെ കായിക വകുപ്പിനെയും കായിക മന്ത്രി വി അബ്ദുറഹ്മാനെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. കേരളത്തിൽ സ്പോർട്സിനെ അവഗണിക്കുകയാണ്. സ്പോർട്സ് കൌൺസിൽ പ്രവർത്തനരഹിതമാണ്. മുന്നിൽ നിന്ന് നയിക്കുന്നവർക്ക് താൽപര്യമുണ്ടെങ്കിലേ ആ സിസ്റ്റം നന്നാവൂ എന്നും അഞ്ജു ബോബി ജോർജ് വിമർശിച്ചു. നോക്കാം, കളിക്കളം കുളമാക്കി. മെസ്സിയെ കൊണ്ടുവരുന്ന പണം കായിക മേഖലയ്ക്കായി ചെലവഴിക്കണമെന്നും അഞ്ജു ബോബി ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആഷിഖ് റഹ്മാനുമായിട്ട് അഞ്ജു ബോബി ജോർജ് സംസാരിച്ചു. ആദ്യം അത് കേൾക്കാം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജാണ് നമ്മളോട് ചേർന്നത്. ഏഷ്യൻ ഗെയിംസ് ആക്ച്വലി ഇന്ത്യയുടെ മെഡൽ ടാലി എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ മെഡൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതെ. ഏഷ്യയിൽ നമ്മളൊരു പവർ ഹൗസ് ആണ്. കോമൺവെൽത്തിൽ നമ്മൾ പല ഇവൻറ്റ്സിലും മെഡലുകൾ നേടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു നേട്ടം നമ്മൾ ഒളിമ്പിക്സിലേക്കും വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കണം. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ പ്രോസസ്സായിരുന്നു. കേരളത്തിൽ നിന്ന് കുറേ അത്ലറ്റ്സ് നാഷണലിലേക്ക് പോവുക, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോവുക, നമ്മൾ മെഡൽ നേടുക, കേരളം സ്പോർട്സിൻ്റെ ഒരു ഫാക്ടറി എന്ന് പറയുക, ഇതൊക്കെ ഒരു നോർമലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സിന് പെട്ടെന്നൊരു സഡൻ ബ്രേക്കാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കരമായിട്ട് സ്പോർട്സിനെ അവഗണിച്ച് കഴിഞ്ഞു. കേരള സ്പോർട്സ് കൗൺസിലാണെങ്കിലും സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം ഒരുമാതിരി നിന്നുപോയൊരവസ്ഥയാണ്. നമ്മളൊരു സ്പോർട്സ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ ആ പൊസിഷൻ എടുക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. സ്പോർട്സിൽ ഞാൻ പാർട്ടിയോ ഇതോ ഒന്നുമല്ല, സ്പോർട്സാണ് എൻ്റെ എല്ലാം. അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ലീഡിങ് റോൾ എടുക്കുന്ന ആൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എടുത്താൽ മാത്രമേ ബാക്കിയുള്ള സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ആവത്തുള്ളൂ. നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാണ് കേരള സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ലറ്റിക്സ് പോലും വളരെ റെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻസേ കേരളത്തിൽ നടക്കുന്നുള്ളൂ. മേജർ ചാമ്പ്യൻഷിപ്സ് ഒന്നും നടക്കുന്നില്ല. അത് ഒരു സ്ഥലത്തെ മാത്രം കുഴപ്പമല്ല, ഇത് സിസ്റ്റം കംപ്ലീറ്റ് റീവാമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പക്ഷേ മെസ്സിയെ കൊണ്ടുവരാൻ നമ്മുടെ കയ്യിൽ എങ്ങനെ പൈസ വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു വഴി തന്നെ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാൻ എടുത്തുകൂടാ? മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്ന ആൾക്കാരെ കാണിച്ചാൽ കേരളത്തിൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യും എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് ശരിക്കും തെറ്റാണ്. ഒരു അത്ലറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശരിയാണ് ഒരു ഊർജ്ജം കിട്ടും അത്ലറ്റിനെ കാണുന്നത്. കാരണം കേരള ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. നല്ലതാണ് മെസ്സി വരുന്നതും ആൾക്കാർ കാണുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ആ ഒരു എമൗണ്ട് നമ്മുടെ പാവപ്പെട്ട കേരളത്തിലെ അത്ലീറ്റ്സിനും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ എന്തുമാത്രം നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആഷിഖ് നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. ആഷിഖ്, ഗുഡ് ഈവനിങ്. ഈ അഞ്ജു ബോബി ജോർജിന്റെ വിമർശനം കടുത്ത വിമർശനമാണ് കായിക വകുപ്പിനും കായിക വകുപ്പ് മന്ത്രിക്കും നേരെ. പിന്നെ മെസ്സിയെ കൊണ്ടുവരാനുള്ള കാശ് ഉപയോഗിക്കാൻ, അതിപ്പം മെസ്സിയെ കൊണ്ടുവരുന്നതൊക്കെ സ്പോൺസർഷിപ്പ് ആണല്ലോ, അങ്ങനെ ഒരു കാര്യം കൂടി അതിന് ഉള്ളിലുണ്ട്. ഈ അഞ്ജു ബോബി ജോർജിന്റെ വിമർശനത്തെ മൊത്തത്തിൽ എങ്ങനെ വിലയിരുത്താം ആഷിഖ്? സേതു, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അത്ലറ്റിക് രംഗങ്ങളിൽ നിന്ന് പുതിയ താരങ്ങൾ ഉയർന്നു വരാത്ത ഒരു പ്രശ്നം നിലവിലുണ്ട്. അതുതന്നെയാണ് അഞ്ജു ബോബി ജോർജ് സൂചിപ്പിച്ചത്. കാരണം സാധാരണഗതിയിൽ ഏഷ്യൻ ഗെയിംസിലടക്കം പോകുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ, അത്ലറ്റിക്സിൽ പ്രധാനപ്പെട്ട താരങ്ങളായി വരുന്ന മലയാളികളായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലയളവിലായി വലിയ രീതിയിൽ അത്തരത്തിലുള്ള മലയാളികളുടെ കടന്നുവരവ് വലിയ രീതിയിൽ വരുന്നില്ല. ഈ കാരണം നമ്മൾ ചോദിച്ചപ്പോഴാണ് ഈ കേരളത്തിലെ കായിക രംഗം വലിയ തകർച്ചയിൽ നിൽക്കുന്ന കാര്യം ഇപ്പോൾ അഞ്ജു ബോബി ജോർജ് വിമർശിച്ചത്. അവർ രാഷ്ട്രീയ വിമർശനമായി പറയുന്നില്ലെങ്കിൽ പോലും അതിൽ രാഷ്ട്രീയ വിമർശനം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കായിക വകുപ്പിനെതിരെയാണ് അവരുടെ വലിയ വിമർശനങ്ങൾ. കാരണം കായിക വകുപ്പ് പ്രത്യേകമായിട്ട് ഒരു പദ്ധതിയും ഈ സംസ്ഥാനം നടപ്പാക്കുന്നില്ല. കാരണം കായിക മന്ത്രിക്കെതിരെ തന്നെ അവരുടെ വ്യക്തിപരമായ വിമർശനം വരുന്നുണ്ട്. കാരണം കായിക മന്ത്രി ജോലി ചെയ്യുന്നില്ല. മുന്നിൽ നിന്ന് നയിക്കേണ്ട വ്യക്തി ജോലി ചെയ്താൽ മാത്രമാണ് ഈ സംവിധാനം മുന്നോട്ട് പോവുകയുള്ളൂ. സിസ്റ്റം നവീകരിക്കപ്പെടണമെന്ന് അഞ്ജു ബോബി ജോർജ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യൻ ഗെയിംസ് മുന്നിൽ വരുന്നുണ്ട്, കോമൺവെൽത്ത് ഗെയിംസ് വരുന്നുണ്ട്, ഇന്ത്യ ഒളിമ്പിക്സ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്തെല്ലാം കേരളത്തെ ഈ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അത്ലറ്റിക്സ് രംഗത്ത് പ്രധാനപ്പെട്ട സംഭാവന ചെയ്യുന്നവർ കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്ന് പുതിയ കുട്ടികൾ വരുന്നില്ല. ഈ അഞ്ജു ബോബി ജോർജ് ആവട്ടെ, മുൻപ് PT ഉഷ ആവട്ടെ, ഇങ്ങനെ ഒരുപാട് താരങ്ങൾ വളർന്നു വന്ന ഒരുപാട് ലെഗസിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്ത് നിന്ന് പുതിയ താരങ്ങൾ വളർന്നു വരുന്നില്ല. അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ ഈ സിസ്റ്റം എല്ലാം തകർന്നു കിടക്കുകയാണ്. അത് സ്പോർട്സ് കൗൺസിലിന് ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തം, കായിക മന്ത്രിക്ക് അടക്കം ഉത്തരവാദിത്തമുണ്ട് പറയുകയാണ്. എന്തായാലും രാഷ്ട്രീയ വിമർശനമല്ല എന്ന് പറയുമ്പോൾ പോലും ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ്. ഒരുപക്ഷെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ രാഷ്ട്രീയം കൂടി ഇതിൽ ചെറിയ വന്നു എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ എന്തായാലും ഈ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉള്ളതാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിൽ കേരളത്തിന്റെ കായിക മേഖലയിൽ പുതിയ താരങ്ങൾ കടന്നു വരുന്നതിൽ ചില പ്രതിസന്ധിയുണ്ട്. അതാണ് അഞ്ജു ബോബി ജോർജ് ചൂണ്ടിക്കാണിച്ചത്. ശരി.